എത്ര പറ്റിക്കപ്പെട്ടാലും വീണ്ടും പറ്റിക്കാൻ തയ്യാറായി നിൽക്കുന്ന, ഞാൻ എന്നെ പറ്റിച്ചോളൂ എന്ന് തുറന്ന മനസ്സോടുകൂടി നിൽക്കുന്ന ആളുകളാണ് മലയാളികൾ. ഇത് ഞാൻ പറയാനുള്ള കാരണം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് മണി ചെയിൻ ബിസിനസ്, ഒന്ന് ലോട്ടറി ടിക്കറ്റ്. നമുക്ക് ഈ രണ്ട് കാര്യങ്ങളിലേക്ക് വന്ന് നോക്കാം. മണി ചെയിൻ ബിസിനസ് എപ്പോഴും നമുക്കറിയാം, ഒരു 10-25 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ മണി ചെയിൻ ബിസിനസ് വളരെ വ്യാപകമാണ് കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ. എന്നാലും അതെല്ലാം ബ്രേക്ക് ആവും നമ്മൾ കാണുന്നതാണ്. എന്നാലും പുതിയ പേരിലൊക്കെ ഓരോ വർഷങ്ങളിലും പുതിയ മണി ചെയിൻ ലോഞ്ച് ആവുന്നു. അതിലേക്ക് വീണ്ടും 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 മലയാളികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. വീണ്ടും ബിസിനസ് തകരുന്നു. നമ്മളപ്പോൾ മാറിയിരുന്നും വിഷമിക്കും, കരയും. അപ്പോൾ ദയവ് ഇത് മനസ്സിലാക്കേണ്ട കാര്യം, ഈ മണി ചെയിൻ ബിസിനസ്സിനൊന്നും തന്നെ ഒരു ലിമിറ്റിൽ കൂടുതൽ ഭാവിയില്ല എന്നല്ല. ആദ്യം ഇതിൽ ജോയിൻ ചെയ്യുന്നവർക്കും ആദ്യം ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കും ക്യാഷ് കിട്ടും. പിന്നീട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സാധാരണക്കാർ, പാവങ്ങളായിട്ടുള്ള ആളുകളുടെയൊക്കെ കാശ് നഷ്ടപ്പെടുന്ന കാഴ്ച നമ്മൾ എപ്പോഴും കാണുന്നതാണ്. അതുകൊണ്ട് പുതിയ പേരുകളിൽ പുതിയ മണി ചെയിൻ ബിസിനസ്സൊക്കെ വരുമ്പോൾ ഇത് പഴയ ആൾ തന്നെ പുതിയ കുപ്പായം ഇട്ട് വരികയാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി നമ്മൾ ഉപയോഗിക്കുക. സക്സസ് ആകും. ഞാൻ ആദ്യം പറഞ്ഞ ഒരു 5% ആൾ ചിലപ്പോൾ സക്സസ് ആകുമായിരിക്കും. ബാക്കിയുള്ളവരുടെയൊക്കെ കാര്യം വലിയ ബുദ്ധിമുട്ടിലാകും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ബിസിനസ്സിൽ ചേരാതിരിക്കാനും ആരെങ്കിലും നിങ്ങൾ ഫോഴ്സ് ചെയ്ത് ചേർപ്പിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ആരെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കാകും അതിൻ്റെ അനന്തരഫലം. അതുകൊണ്ട് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ബിസിനസ്സിൽ ചേരാൻ പാടില്ല. പലപ്പോഴും കഴിഞ്ഞ മാസം തകർന്ന ഒരു ബിസിനസ് നിങ്ങൾക്ക് അറിയാം, മണി ചെയിൻ ബിസിനസ്. ആ ബിസിനസ് ജോയിൻ ചെയ്തോട്ടും ചോദിച്ച് എന്നെ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട്. ഞാൻ അവരോടൊക്കെ പറഞ്ഞത് എൻ്റെ അഡ്വൈസ് ഇതിൽ ജോയിൻ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എന്ന് പറഞ്ഞു പലരെയും നിരുത്സാഹപ്പെടുത്തു. ചിലരൊക്കെ ചേർന്നിട്ടുണ്ടാവാം. എന്നാലും ഭൂരിപക്ഷം ആളുകളും എൻ്റെ വാക്ക് കേട്ട് അത് ചേർന്നില്ല. അവരൊക്കെ കഴിഞ്ഞ മാസം വിളിച്ചിട്ട് വലിയ നന്ദി പറയുകയുണ്ടായി. രണ്ടാമത് ഞാൻ പറഞ്ഞ കാര്യം ലോട്ടറി ടിക്കറ്റിനെ പറ്റിയാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ നാട്ടിൽ ലോട്ടറി എടുക്കുന്നവർ വളരെ കൂടുതലാണ്. കണക്കുകൾ സൂചിപ്പിക്കുന്നത് 30% ആളുകൾ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏകദേശം 12,000 കോടിയാണ് ലോട്ടറി ടിക്കറ്റിന് മാത്രമായി മലയാളികൾ ഒരു വർഷം ചിലവാക്കുന്നത്. അതായത് ഈ 12,000 കോടി ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിക്ഷേപിച്ച വ്യക്തികളിൽ 0.001 ആളിന് മാത്രമേ ലോട്ടറി ടിക്കറ്റ് അടിക്കൂ എന്ന ഉത്തമ ബോധ്യമുണ്ടായിട്ടും വീണ്ടും നമ്മൾ ഈ ലോട്ടറി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ശതമാനം തന്നെ നോക്കുക, ഈ 12,000 കോടിയുടെ എത്രയോ ചെറിയൊരു ശതമാനമാണ് അതിൻ്റെ സമ്മാനമായി ലഭിക്കുന്നത്. എന്നാലും ഞാൻ ജോലി ചെയ്യാതെ എനിക്ക് പണം കിട്ടിയാലോ എന്നുള്ള ചിന്തയുടെ പുറത്താണ് പലരും ലോട്ടറി എടുക്കാൻ പോകുന്നത്. എങ്ങാനും ഞാൻ പണക്കാരനായാലോ ചിന്തിച്ചിട്ടാണ്. മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ ലോട്ടറി അടിച്ച വ്യക്തികളുടെ ചരിത്രം പരിശോധിച്ചാൽ പോലും ആ ക്യാഷ് കിട്ടിയ ആളുകൾ 2 വർഷത്തിനുള്ളിൽ ബിഗ് സീറോ ആയി, അല്ലെങ്കിൽ അവിടെ ക്യാഷ് കംപ്ലീറ്റ്ലി വാഷ് ഔട്ടായി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കാരണം അതൊരു മൈൻഡ് സെറ്റിൻ്റെ കൂടി പ്രശ്നമാണ്. ഈ ക്യാഷ് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നോ എങ്ങനെ സൂക്ഷിക്കണമെന്നോ ഇത് എന്ത് ചെയ്യണമെന്നോ അറിയാതെ പലപ്പോഴും പല ബിസിനസ്സുകളിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ പല മണ്ടത്തരങ്ങൾ കാണിക്കുകയും ചെയ്ത് ഈ കാശ് മുഴുവൻ എത്രയും പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്ന അവസ്ഥയിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ലോങ് ടൈമിലേക്ക് മാത്രമേ നമുക്കൊരു സക്സസ് ആകാൻ പറ്റൂ എന്നുള്ള ബേസിക് കാര്യം മനസ്സിലാക്കുക. ഇങ്ങനെ നമ്മുടെ അടുത്ത് ആരെങ്കിലും വന്ന രീതിയിൽ ചേരൂ, 50 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യൂ, 100 കോടിയാക്കി തരാം, അല്ലെങ്കിൽ 50 കോടിയാക്കി തരാം, താഴെ അണ്ടർ 2 വരെ ചേർത്താൽ മതി, പിന്നെ അങ്ങോട്ട് വെറുതെ ഇരുന്നാൽ മതി, പിന്നെ എല്ലാ മാസവും ക്യാഷ് ഇങ്ങോട്ട് വരും എന്നൊക്കെ പറഞ്ഞ് പലരും വരും. മനസ്സിലാക്കുക, അത് പാഴ്വാക്കായിരിക്കുമെന്ന്. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക. ഫിനാൻഷ്യൽ പരമായ കാര്യങ്ങൾക്കായി ചാനൽ ഫോളോ ചെയ്യുക. കീപ് വാച്ചിങ്.